അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിലെ ചോർച്ചയെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു. ശക്തമായ മഴയെ തുടർന്ന് ക്ഷേത്രം ചോർന്നൊലിച്ചത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്നാണ് ആരോപണം. ബിജെപിയെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് രംഗത്തെത്തി. എന്നാൽ രൂപകൽപ്പനയിൽ പാളിച്ച ഇല്ല എന്നാണ് ക്ഷേത്ര സമിതിയുടെ നിലപാട്. പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിലാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിച്ചത്. ക്ഷേത്രം ചോരുകയാണെന്ന് മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് തന്നെ വെളിപ്പെടുത്തിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. മുഖ്യ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ചോരുന്നുണ്ടെന്ന് വാർത്താ ഏജൻസികളോട് പറഞ്ഞ സത്യേന്ദ്രദാസ് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയെ പരസ്യമായി കുറ്റപ്പെടുത്തി. വലിയ മഴ പെയ്താൽ ദർശനം ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. उसमें एक ही पहली वर्षा में ही पानी चूने लगा, अंदर पानी भर गया था। इस पर ध्यान देना चाहिए कि जो बना है उसमें कौन सी कमी रह गई है जिसके कारण से पानी चू रहा है। इस पर जो बना है उस पर भी ध्यान देना चाहिए और ये बहुत जरूरी है. സത്യേന്ദ്രദാസിന്റെ ആരോപണത്തെ ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്രയും സ്ഥിരീകരിച്ചു. ഗുരുമണ്ഡപം തുറസായ സ്ഥലത്തായതുകൊണ്ടാണ് ചോരുന്നതെന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. മേൽക്കൂര നന്നാക്കുന്നതിനും വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിനും നിർദ്ദേശം നൽകിയതായി അദ്ദേഹം അറിയിച്ചു. സംഭവത്തിൽ ബിജെപിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ബിജെപി അയോധ്യയെ അഴിമതിയുടെ ഹബ്ബാക്കി മാറ്റിയെന്ന് ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ അജയ് റായ് വിമർശിച്ചു. മുഖ്യ പൂജാരിയുടെ വെളിപ്പെടുത്തൽ എല്ലാം വ്യക്തമാക്കുന്നുവെന്നും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്ന് കൊട്ടിഘോഷിച്ചാണ് BJP നടക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്തി തുറന്നുകൊടുത്തത്. നേരത്തെ അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ മഴയിൽ തകർന്നതും വിവാദമായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.